നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ക്ഷമയെക്കുറിച്ചാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു പ്രധാന ആശയം. നമ്മുടെ കയ്യിലുള്ള ക്രിസ്തുവിന്റെ മാതൃക, ക്ഷമയും അനുദിന പ്രയോഗവും എന്ന ആ ഒരു എഴുത്തിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ക്ഷമയെപ്പറ്റി നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ യേശുവിന്റെ ജീവിതത്തിൽ ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു? പ്രത്യേകിച്ച് ആ കുരിശിലെ വാചകം, അല്ലേ? പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. ഈ എഴുത്തിൽ പറയുന്നത് പോലെ അതൊരു വെറും സഹതാപമല്ലായിരുന്നു. അതൊരു ബോധപൂർവമുള്ള ഒരു തീരുമാനമായിരുന്നു, ഒരു ശക്തിയായിരുന്നു. ശരിയാണ്. ആ എഴുത്ത് ശരിക്കും അതിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ക്രിസ്തുവിന്റെ ക്ഷമ എന്ന് പറയുന്നത് അർഹത നോക്കിയായിരുന്നില്ല. പാപികളോടും പിന്നെ ഈ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തിയവരോടും ശത്രുക്കളായി കണ്ടവരോട് പോലും ഒരുപോലെയായിരുന്നു ആ ക്ഷമ. പിന്നെ ആ 70 പ്രാവശ്യം 7 വട്ടം ക്ഷമിക്കാൻ പറഞ്ഞതില്ലേ, മത്തായിയുടെ സുവിശേഷത്തിലെ? അതെ, അതായത് ക്ഷമയ്ക്കൊരു ലിമിറ്റ് വെക്കരുത് എന്നാണ് ക്രിസ്തു പറഞ്ഞത്. അതും ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇത് വെറുമൊരു പ്രശ്നം തീർക്കലല്ല, മറിച്ചൊരു സമാധാനത്തിലേക്കുള്ള വഴി, ഒരു ഹീലിംഗ് പ്രോസസ്സ്, ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാക്കാൻ. അങ്ങനെയൊക്കെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ ആശയം അതായത് സാധാരണക്കാര് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരും? കാരണം നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും, വിഷമം വരും, ക്ഷമിക്കാൻ ചിലപ്പോൾ തോന്നില്ല. ഈ എഴുത്തില് എന്തെങ്കിലും പ്രായോഗികമായ വഴികൾ പറയുന്നുണ്ടോ? തീർച്ചയായും. അതിലൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ആ തെറ്റിനെ നമ്മൾ ഓക്കെ പറയുക എന്നല്ല, അല്ലെങ്കിൽ നടന്നതങ്ങോട്ട് മറന്നു കളയുക എന്നുമല്ല അർത്ഥം. മറിച്ച് ആ ദേഷ്യം, ആ പക, അത് മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കാനുള്ളൊരു തീരുമാനം, ഒരു കോൺഷ്യസ് ഡെസിഷൻ എന്ന് പറയാം. ഒരു ആന്തരിക തീരുമാനം. അതെ, ഒരു ആന്തരിക തീരുമാനം. ആ ദേഷ്യത്തിൻ്റെ ഭാരം നമ്മൾ ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആ ഭൂതകാലത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ എഴുത്തിൽ ഒരു നല്ല വാചകമുണ്ട്. ക്ഷമിക്കുമ്പോൾ നമ്മൾ ആദ്യം സ്വതന്ത്രരാക്കുന്നത് മറ്റൊരാളെയല്ല, നമ്മളെ തന്നെയാണ്. ആഹാ, അത് കൊള്ളാം. അത് നമ്മുടെ ഉള്ളിലൊരു സമാധാനം കൊണ്ടുവരും. അത് ശരിയാണ്, നമ്മളെ തന്നെ ഫ്രീ ആക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വിനയവും ക്ഷമയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ എഴുത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ടോ? കാരണം പലപ്പോഴും നമ്മുടെ ഒരു ഈഗോ സമ്മതിക്കല്ലോ മറ്റൊരാളോട് ക്ഷമിക്കാൻ. അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. നമ്മളും പെർഫെക്റ്റ് അല്ലല്ലോ, നമുക്കും തെറ്റുപറ്റാം. നമ്മളും പലപ്പോഴും മറ്റുള്ളവരുടെ ക്ഷമയും കരുണയുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഈ ഒരു തിരിച്ചറിവ്, അതാണ് ശരിക്കും വിനയത്തിൻ്റെ ഒരു ഭാഗം. ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചത് നമ്മളത്ര നല്ലവരായതുകൊണ്ടല്ല, അവിടുത്തെ സ്നേഹം കൊണ്ടാണ്. ശരിയാണ്. ഒരു ചിന്ത മറ്റുള്ളവരോടും അതേപോലെ ഒരു കരുണ കാണിക്കാൻ നമ്മളെ സഹായിക്കണമെന്നാണ് ഈ എഴുത്ത് ഓർമ്മിപ്പിക്കുന്നത്. ക്ഷമയെ ഒരു ബന്ധങ്ങൾ ശരിയാക്കുന്ന ഒരു പാലം പണിയുന്ന പണി പോലെയാണ് ഇതിൽ കാണുന്നത്. ഓരോ തവണ ക്ഷമിക്കുമ്പോഴും ആ ബന്ധം നന്നാക്കാൻ നമ്മളൊരു വാതിൽ തുറക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്തുവിന്റെ മാതൃക, ക്ഷമയും അനുദിന പ്രയോഗവും എന്ന ഈ വിശകലനം മുന്നോട്ട് വയ്ക്കുന്നത് ക്ഷമ ഒരു വെറും പുണ്യമല്ല, അതൊരു നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും ഉള്ളിലെ സമാധാനത്തിനും നമ്മുടെ റിലേഷൻഷിപ്പ് നന്നാക്കാനും പറ്റിയൊരു ടൂളാണ്, ഒരു പ്രായോഗിക ഉപകരണം. ഈ ദേഷ്യവും വിഷമവുമൊക്കെ മനസ്സിലിട്ട് നടക്കാതെ അതൊന്ന് ഇറക്കി വെക്കാൻ സഹായിക്കും, കൂടുതൽ വിനയമുള്ളവരാക്കും. അതെ, അതുതന്നെ. ചുരുക്കി പറഞ്ഞാൽ അതാണ് കാര്യം. ഈ എഴുത്തിൻ്റെ ഒരു കാതലെന്ന് പറയുന്നത്, നമ്മൾ ക്ഷമിക്കുമ്പോൾ, അത് ചെറുതായാലും വലുതായാലും, നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുകയാണ്. ആ ഒരു തീരുമാനത്തിലൂടെ നമ്മൾ ദൈവത്തോടടുക്കുന്നു, മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി മാറുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ വരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമ കുറച്ചുകൂടി ശ്രദ്ധയോടെ ചെയ്താൽ എവിടേക്കൊരു പോസിറ്റീവ് മാറ്റം വരും. മറ്റൊരാളുടെ തെറ്റ് അതിനെ അംഗീകരിക്കണമെന്നില്ല, പക്ഷേ ആ വേദനയുടെ ഭാരം ഇറക്കി വെച്ച് സ്വയം ഫ്രീ ആകാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും? ഇതൊന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കാനായി വിടുന്നു.